നോക്കാൻ പോകുന്നത്. അപ്പം ഫിസിക്സിൻ്റെ ഒരു ഭാഗമാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ ഒപ്റ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഈ ലെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക്സ് നിങ്ങൾ മിററൊക്കെ കഴിഞ്ഞ കൊല്ലം ഓൾറെഡി 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ കൊല്ലം പഠിക്കാൻ പോകുന്നത്, ലെൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഈ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, എന്താണ് ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നൊക്കെ അല്ലേ. അപ്പം അതിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ പാഠം. അപ്പം സാധാരണ ലെൻസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ലെൻസിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ് പറയും, റിഫ്രാക്ഷൻ. അപ്പോൾ ആ റിഫ്രാക്ഷൻ എന്തൊക്കെയാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞാൽ, എന്നാലും ജസ്റ്റ് ഞാനത് പറഞ്ഞുതരാം എന്താ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ പഠിച്ചിരുന്ന ഒരു ഗ്ലാസ് ടംബ്ലർ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഗ്ലാസ് ടംബ്ലർ വെച്ച് കഴിഞ്ഞാൽ അതിലെ അകത്തേക്ക് വരുന്ന ലൈറ്റ് റേസ് ഉണ്ടാവും അല്ലേ. ആ ലൈറ്റ് റേസ് സ്പീഡ് കുറയുമ്പോൾ, അപ്പോൾ നമ്മളൊരു സ്കെയിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, പെൻസിൽ വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കഷ്ണം മുറിച്ച് വെച്ച പോലെ ആയിരിക്കും തോന്നുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാം. ലൈറ്റ് ട്രാവൽസ് വിത്ത് ഹൈ സ്പീഡ്സ് ഇൻ എയർ ഓർ വാക്വം അല്ലേ. ഗ്യാസിയസ് മീഡിയത്തിലാണ് ലൈറ്റ് എപ്പോഴും ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ലൈറ്റ് റേസ് കുറച്ചും കൂടി കട്ടി കൂടിയ ലിക്വിഡ് ഫേസിലേക്ക് കയറുമ്പോൾ എന്ത് സംഭവിക്കും? ലൈറ്റിന് സ്പീഡ് കുറയും. അപ്പോൾ ആ സ്പീഡിൽ വരുന്ന വ്യത്യാസമാണ് ഈ ബെൻഡിങ് ഓഫ് ലൈറ്റ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റയറർ മീഡിയം എന്ന് പറയും. കട്ടി കൂടിയ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അല്ലേ, കട്ടി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കട്ടി കൂടിയ മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പം അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറയും. ആ വെലോസിറ്റിയിൽ വരുന്ന വ്യത്യാസമാണ് എന്ത് സംഭവിക്കുന്നത്? ലൈറ്റിൻ്റെ ബെൻഡിങ്ങിന് കാരണമായി മാറുന്നത്. അങ്ങനെ ബെൻഡിങ് ഓഫ് ലൈറ്റിനെ വിളിക്കുകയാണ് പേരെന്ത്? റിഫ്രാക്ഷൻ. ആ റിഫ്രാക്ഷനാണ് നമ്മളുടെ ലെൻസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് ഓർമ്മ ഉണ്ടാവണം. അവിടെ നിന്നാണ് നമ്മളുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലെൻസ് രണ്ട് മാതിരി ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടോ, രണ്ട് ടൈപ്പ് ലെൻസ്. അപ്പോൾ ഈ ലെൻസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സ്ഫെറിക്കൽ ലെൻസസ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ സ്ഫെറിക്കൽ ലെൻസസ് എന്ന് വിളിക്കുന്നത്? അതിനും ഒരു കാരണം. അപ്പോൾ സ്ഫിയറും സർക്കിളും തമ്മിൽ വ്യത്യാസം അറിയാലോ. സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോൾ, എർത്ത്, 3 ഡയമെൻഷണൽ ഫിഗറാണ് സ്ഫിയേഴ്സ് എന്ന് പറയുന്നത്. സർക്കിൾ പോലത്തെ സാധനം, വള, അതൊക്കെയാണ് എന്ത്? സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ലെൻസ് എന്ന് പറഞ്ഞ സാധനം സ്ഫിറിക്കൽ ലെൻസസിൻ്റെ ഭാഗമാണെന്നാണ്, ഒരു സ്ഫിയറിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്ഫിയറിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. ആദ്യം നമുക്ക് ലെൻസിൻ്റെ ടൈപ്പ് നോക്കാം. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസ് എന്ന് പറയുന്ന 2 ടൈപ്പ് ലെൻസസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇവിടെ കണ്ടോ, ഇതൊരു സ്ഫെറിക്കൽ ലെൻസാണ്. 2 സ്ഫെറിക്കൽ ലെൻസാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്ഫെറിക്കൽ ലെൻസ് കൂടി ചേരുമ്പം ഇവിടെ റെഡിൻ്റെ അകത്ത് കാണുന്ന ഈ ഡാർക്ക് ബ്ലൂ പാർട്ട് അല്ലേ, ആ ഡാർക്ക് ബ്ലൂ പാർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പം ആ ഡാർക്ക് ബ്ലൂ പാർട്ടിനെ നമ്മളൊന്ന് എടുത്ത് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ഇവിടെ പുറത്തെടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഷേപ്പ് വരുന്നത്. ഓക്കെ, ഇങ്ങനൊരു ഷേപ്പായിരിക്കും വരുന്നത്. അപ്പം ഇത് ഒരു സർഫസ് എന്ന് പറയും, ഇത് രണ്ടാമത്തെ സർഫസ് എന്ന് പറയും ലെൻസിൻ്റെ. അപ്പം ഇവിടെ നിന്നായിരിക്കും നമ്മൾ ലൈറ്റ് റേസ് വരുന്ന പോലെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ ടേംസൊക്കെ പഠിക്കാനായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ലൈറ്റ് റേസ് എയർന്ന് വന്ന് ഗ്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് നേരെ കോൺവെക്സ് ലെൻസാണെങ്കിൽ ഇങ്ങനെ, കോൺവെക്സ് എന്താ? പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗമുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഈ റിഫ്രാക്റ്റീവ് സർഫസ് എന്നാണ് ഇതിന് പറയുന്നത്. റിഫ്രാക്റ്റീവ് സർഫസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലെൻസാണ് എന്ത്? കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് ഉള്ളിലേക്ക് കുഴിഞ്ഞ് നിൽക്കുന്ന ലെൻസും ഉണ്ടാവും കേട്ടോ. ഉള്ളിലേക്ക് റിഫ്രാക്റ്റീവ് സെൻറ്ററിൻ്റെ സർഫസ് ഉള്ളിലേക്ക് കുഴിഞ്ഞ് നിൽക്കുമ്പം ആ ടൈപ്പ് ലെൻസസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺകേവ് ലെൻസസ് എന്ന് പറയും. ഓക്കെ, കോൺകേവ് ലെൻസസ്. അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കും. ഇങ്ങനെയായിരിക്കും നമ്മളുടെ കോൺവെക്സ് ലെൻസ് കാണാനുണ്ടാവുന്നത്. പുറത്ത് 2 ഭാഗം, കണ്ണടേൻ്റെ ലെൻസൊക്കെ എന്താ? കോൺവെക്സ് ലെൻസാണ് അധികം ഉണ്ടാവുന്നത്. ഓക്കെ, കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അപ്പം ലൈറ്റിൻ്റെ റിഫ്ലക്റ്റേഴ്സ് അതൊക്കെ കോൺവെക്സ് ലെൻസാണ് വരുന്നത്. അപ്പോൾ ആ കോൺവെക്സ് ലെൻസ്, അതിൻ്റെ യൂസ്, അതിൻ്റെ ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ലൈറ്റ് ഇതിൻ്റെ അകത്തു കൂടെ കടന്നു കഴിഞ്ഞാൽ, നേരത്തെ അവിടെ ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ലൈറ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ അത് റിഫ്രാക്ഷൻ നടന്നിട്ട് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിൽ ഒരു പോയിന്റിൽ വന്നിങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഇങ്ങനെ, അതാണ് കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വന്ന്
ഇങ്ങനെ ഒരു പോയിന്റിൽ വന്നിട്ട് കൂടിച്ചേരും. അതുകൊണ്ടാണ് ഇതിനെ കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കൺവേർജിങ് ലെൻസ്. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസിനെ വിളിക്കുന്ന വേറൊരു പേര് കൺവേർജിങ് ലെൻസ് എന്നാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടില്ലേ, അറ്റത്ത് തിന്നായിരിക്കും രണ്ട് ഭാഗത്തും, നടുവിൽ തിക്കായിരിക്കും അല്ലേ, നടുവിൽ കട്ടി കൂടിയതായിരിക്കും വരുന്നത്. അപ്പോൾ തിക്കർ ഇൻ ദ മിഡിൽ. അതേപോലെ തന്നെ ഈ ലെൻസിനൊരു പ്രത്യേകതയുണ്ട്, ഇത് നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റിനെ വലുതായി കാണിക്കും. ഓക്കെ, ഒബ്ജക്ട്സിൻ്റെ സൈസ് മാഗ്നിഫൈ ചെയ്യും. മാഗ്നിഫൈ ചെയ്യുന്നത് എന്താ, സൈസ് കൂട്ടി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത. ഇനി വരുന്നതാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് രണ്ട് സ്ഫെറിക്കൽ ലെൻസിൻ്റെ ഇടയിൽ വരുന്ന സ്പേസ് ഇങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു പാർട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ലെൻസായിരിക്കും എന്ത്, കോൺകേവ് ലെൻസ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സർക്കിൾ അല്ലെങ്കിൽ രണ്ട് സ്ഫിയറും ആ സ്ഫിയറിൻ്റെ നടുവിൽ ഇങ്ങനെ ഷേപ്പുള്ള വേറൊരു ലെൻസും കൂടി അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ പാർട്ടിനെ മാത്രം നമ്മൾ വേർതിരിച്ചെടുക്കുമ്പം നമുക്ക് കിട്ടുന്ന ലെൻസാണ് എന്ത്, കോൺകേവ് ലെൻസ്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ് വരുന്നത്. ഇങ്ങനെയാണ് കോൺകേവ് ലെൻസ് ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ റിഫ്രാക്റ്റിംഗ് സർഫസ് എങ്ങനെയാണ്, ഉള്ളിലേക്ക് തന്നെ കുഴിഞ്ഞിട്ടാണ്, കേവ് ചെയ്തുകൊണ്ടാണ് അല്ലേ, കേവ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ റിഫ്രാക്റ്റിംഗ് സർഫസസ് ഉള്ളത്. അതാണ് അതിനെ കോൺകേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്താ, തിക്കർ അറ്റ് ദ എഡ്ജസ്. ഇതാണ് എഡ്ജ് എന്ന് പറയുന്നത്. എഡ്ജിൻ്റെ ഭാഗത്ത് തിക്കർ ആയിരിക്കും കമ്പയർഡ് ടു മിഡിൽ ഭാഗത്തിനെക്കാട്ടും തിക്കർ ആയിരിക്കും എഡ്ജസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ നമുക്ക് മറ്റ് ലെൻസിൻ്റെ പോലെ ഒരു പോയിന്റിലേക്ക്, പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ഒരു പോയിന്റിലേക്ക് ലൈറ്റ് വന്നിട്ട് ഇങ്ങനെ കൂടിച്ചേരല്ല ചെയ്യുന്നത്. ഇവിടെ റിഫ്രാക്ഷൻ്റെ ശേഷം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഇങ്ങനെ പുറത്തേക്ക് ഇത് പോകും. ലൈറ്റ് ഒരിക്കലും ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ, നമ്മൾ ഊഹിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലെൻസിൻ്റെ കേസിൽ പുറകോട്ട് നമ്മൾ രണ്ട് ലൈറ്റ് റേസിന് നീട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലൊരു ഇമേജ് ഇവിടെ ഫോം ചെയ്യും. നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, മിററിൻ്റെ ഈ വശത്ത് കൂടുതൽ ലൈറ്റ് പുറത്തേക്ക് വരുന്ന പോലെയാണ് തോന്നുക. ഒരു പോയിന്റിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരുന്നത് പോലെ തോന്നും. ഇവിടെ ഒരു പോയിന്റിലേക്ക്, ഇവിടെ കണ്ടോ, ഒരു പോയിന്റിൽ ലൈറ്റ് കൂടിച്ചേരുന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് ലൈറ്റ് വരുന്ന പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ കോൺകേവ് ലെൻസിനെ നമ്മൾ ഡൈവേർജിങ് ലെൻസ് എന്ന് പറയും. ഡൈവേർജ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡൈവേർജിങ് ലെൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, കോൺവെക്സ് കൺവേർജിങ് ലെൻസും കോൺകേവ് ഡൈവേർജിങ് ലെൻസ് എന്നും പറയും. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ മിഡിൽ തിന്നായിരിക്കും, എഡ്ജസിൽ തിക്കറായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. എന്താ നമ്മളിപ്പം കണ്ടത്? നമ്മൾ കണ്ടത് രണ്ട് ടൈപ്പ് ലെൻസാണ്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. കോൺവെക്സ് ലെൻസിൽ ലൈറ്റ് കടന്നതിന് ശേഷം, റിഫ്രാക്ഷന് ശേഷം ഒരു പോയിന്റിൽ, പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ഒരു പോയിന്റിൽ വന്നിട്ട് ഇത് കൂടിച്ചേരും. അതുകൊണ്ട് കോൺവെക്സ് ലെൻസ് നമ്മൾ കൺവേർജിങ് ലെൻസ് എന്ന് പറയും. പിന്നെ ലെൻസിൻ്റെ പ്രത്യേകത എന്താ, ലെൻസിൻ്റെ മിഡിൽ ഭാഗം കുറച്ച് കട്ടി കൂടിയത് തിക്കറായിരിക്കും, എഡ്ജസ് എന്തായിരിക്കും, തിന്നറായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്ക് വലുതായി കാണിക്കും, മാഗ്നിഫൈ ചെയ്ത് കാണിക്കും. കോൺകേവ് ലെൻസ് അതിനെ ഡൈവേർജിങ് ലെൻസ് എന്നും പറയും. എന്തുകൊണ്ടാണ്? കാരണം ലൈറ്റ് ഒരിക്കലും ഇത് ഒരു പോയിന്റിൽ നിന്ന് കൂടിച്ചേരുക, ലൈറ്റ് ഇങ്ങനെ ദൂരേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഊഹിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ലൈറ്റ് ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെ ആയിരിക്കും ഈ ലെൻസ് കൂടെ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് കോൺകേവ് ലെൻസിനെ ഡൈവേർജിങ് ലെൻസ് എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താ, മിഡിൽ തിന്നായിരിക്കും, എഡ്ജസ് എപ്പോഴും തിക്കറായിരിക്കും. അപ്പം ലെൻസിൻ്റെ പ്രത്യേകത മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ട് ഈ നമ്മുടെ ലെൻസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് കുറേ ടേംസ് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മാത്സിലൊക്കെ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2 സെൻറ്റിമീറ്റർ എന്ന് പറയും അല്ലേ, റേഡിയസ് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളെങ്ങനെയാണ് വരച്ചിരുന്നത്? നമ്മൾ കോമ്പസിൽ പെൻസിലൊക്കെ കുത്തിയതിന് ശേഷം കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ ഇങ്ങനെ അളന്നെടുക്കും അല്ലേ. എന്നിട്ട് നമ്മുടെ ബുക്കിലോ പേപ്പറിലോ ആ കോമ്പസിൻ്റെ ആ പോയിൻ്റ് അവിടെ വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്യും. അപ്പം പെൻസിലിൻ്റെ ഈ കവറിങ് കൂടെ നമുക്ക് എന്ത് കിട്ടും, സർക്കിൾ കിട്ടി. അതേസമയം ആ ബുക്കിൻ്റെയോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ നടുവിൽ നമുക്ക് കോമ്പസിൻ്റെ പോയിൻ്റ് വെച്ച സ്ഥലത്ത് എന്തുണ്ടാവും, ഒരു ഡോട്ട് കാണുന്നില്ല, ഒരു കുഴി ഉണ്ടാവും. അതായിരിക്കും നമ്മളുടെ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അല്ലേ, ശരിയല്ലേ? സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയും. അപ്പം ഏതൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിലും അവിടെ എന്തുണ്ടാവും, ഒരു സെൻറ്റർ ഉണ്ടാവും. സ്ഫിയർ ആണെങ്കിൽ അതിനൊരു സെൻറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളിവിടെ ഉപയോഗിക്കും. അപ്പോൾ നമ്മളിവിടെ വരയ്ക്കാൻ ഉപയോഗിച്ചത് എന്താണ്, റേഡിയസ് എന്നാണ് അല്ലേ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2 സെൻറ്റിമീറ്റർ, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ആ റേഡിയസ് അനുസരിച്ചാണ് നമ്മൾ സർക്കിളിൻ്റെ വലുപ്പം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇവിടെയും നമുക്ക് ഇത് വേണ്ടി വരും അല്ലേ. അപ്പം എന്താ
റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. റേഡിയസ് എങ്ങനെ വേണേൽ വരാം, ഇങ്ങനെ വരച്ചാലും ഒക്കെ എന്ത് തന്നെയാണ്, റേഡിയസ് തന്നെയാണ്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ മുകളിലേക്ക് വരുന്ന ഏത് പോയിന്റിലേക്ക് വരുന്ന ഡിസ്റ്റൻസാണ് നമ്മൾ എന്താ പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാനുണ്ട്. ഇത് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നും പറയും അല്ലേ. ലെൻസോ മിറർ ആണെങ്കിൽ അത് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് പറയുക. ഇനി കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ എന്തൊക്കെയാണ് ടേംസ് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഇതേപോലൊരു സർക്കിളാണ് നമ്മളിപ്പം വിചാരിക്കുക അല്ലേ, അല്ലെങ്കിൽ സ്ഫിയർ ആണ് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റർ നമ്മൾ കണ്ടുവച്ചു. അതേപോലെ ഈ സ്ഫിയറിന് എന്തുണ്ട്, ഒരു സെൻറ്റർ ഉണ്ട്. രണ്ടാമത്തെ ഈ സ്ഫിയറിന് എന്തുണ്ട്, ഇവിടെ ഒരു സെൻറ്ററിന് അതുണ്ട്. അപ്പോൾ ഈ സെൻറ്ററിൻ്റെ ഈ റേഡിയസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് വരച്ചിട്ടുള്ളത്. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം വെച്ചിട്ടാണ് നമ്മൾ ഈ സർക്കിൾ അല്ലെങ്കിൽ സ്ഫിയർ വരച്ചിട്ടുള്ളത്. അപ്പം രണ്ട് സെൻറ്റർ ആയില്ലേ, C1 C2. C1 C2 എന്ന് പറഞ്ഞാൽ രണ്ട് സർക്കിൾസിൻ്റെ അല്ലെങ്കിൽ സ്ഫിയേഴ്സിൻ്റെ സെൻറ്ററാണ് ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ലെൻസ് ഇതാണ് അല്ലേ, ഡാർക്ക് ബ്ലൂ ഏരിയ ആണ് നമ്മളുടെ ലെൻസ്. ആ ലെൻസിന് എന്തുണ്ടാവും, ഒരു മിഡ് പോയിൻ്റ് ഉണ്ടാവും, കറക്റ്റ് ഒരു മധ്യം അല്ലെങ്കിൽ മിഡ് പോയിൻ്റ് വരുന്ന സ്ഥലം ഉണ്ടാവും. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സെൻറ്റർ. ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയും. ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ് ഈ C1 C2. കാരണം എന്താ, ഈ ലെൻസ് രണ്ട് സർക്കിളിൻ്റെ അല്ല രണ്ട് സ്ഫിയറിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇതിന് രണ്ട് സെൻറ്റേഴ്സ് വന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ഫിയറിൻ്റെ സെൻറ്ററാണ് ഈ C1, ഈ സ്ഫിയറിൻ്റെ സെൻറ്ററാണ് C2. അതേപോലെ നമ്മളുടെ ലെൻസിനുണ്ടാവും ഒരു സെൻറ്റർ. ആ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഒപ്റ്റിക് സെൻറ്റർ. ഈ നടുവിൽ വരുന്ന ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്, ഒപ്റ്റിക് സെൻറ്റർ. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറും ഒപ്റ്റിക് സെൻറ്ററും കൂടെ ഒക്കെ പാസ് ചെയ്ത് പോകുന്ന ഈ ബ്ലാക്ക് ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രിൻസിപ്പൽ ആക്സിസ്. അതിന് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പം കോൺവെക്സ് ലെൻസിനും കോൺകേവ് ലെൻസിനും നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ വേറെ ഇതിൽ നിന്ന് പഠിക്കും. ഒപ്റ്റിക് സെൻറ്ററും പ്രിൻസിപ്പൽ ആക്സിസും സെൻറ്റർ ഓഫ് കർവേച്ചർ എല്ലാവർക്കും മനസ്സിലായി എന്താണെന്നുള്ളത്. ഇതാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പം ലെൻസിൻ്റെ കേസിൽ രണ്ട് സെൻറ്റർ ഉണ്ട്, അതുകൊണ്ട് രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് ഉണ്ടാവും. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് C1 C2 എന്ന് പറയുന്ന ലെറ്റേഴ്സ് കൊണ്ടാണ്. ഓക്കെ, ഇനി കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിൽ സെയിം തന്നെ രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ C1 ആൻഡ് C2. ഇവിടെ നമ്മൾ എടുക്കുന്ന C1 ഇവിടെയാണ്, ഇവിടെ C2 ഇവിടെയാണ് എടുക്കുന്നത്. കോൺകേവിൽ കണ്ടോ, C1 ഇവിടെ C2 ഇവിടെ. അവിടെ കൺഫ്യൂഷൻ വരരുത്, നമ്മൾ എടുക്കുന്ന മെത്തേഡ് അങ്ങനെയാണ്. ഇനിയാണ് ഇതിൻ്റെ ടേംസ്. അതിൽ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു തന്നു. ഒപ്റ്റിക് സെൻറ്റർ എന്താ, ദ മിഡ് പോയിൻ്റ് ഓഫ് എ ലെൻസ്. ലെൻസിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എന്ത്, സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ലെൻസ്. ആ ലെൻസിൻ്റെ ഈ സെൻറ്ററാണ് എന്ത്, ഒപ്റ്റിക് സെൻറ്റർ. അതേപോലെ തന്നെ ഇതിന് നമ്മൾ റിഫ്രാക്റ്റീവ് സെൻറ്റേഴ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞത് ഇതിന് റിഫ്രാക്റ്റീവ് സർഫേസസ് എന്ന് പറയുന്നത്. ഈ റിഫ്രാക്റ്റീവ് സെൻറ്റേഴ്സ് ഓരോ സർക്കിളിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഓരോ സ്ഫിയറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഓരോ സ്ഫിയറിൽ നിന്നുണ്ടാവും ഒരു സെൻറ്റർ ഉണ്ടാവും. അപ്പോൾ ആ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ. അപ്പോൾ ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫേസ് ഓഫ് എ ലെൻസ് ഇസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ. ദ സെൻറ്റേഴ്സ് ഓഫ് സച്ച് സ്ഫിയേഴ്സ് ആർ ദ സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ. പിന്നെ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ, ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിനെ ഒപ്റ്റിക് സെൻറ്റർ കൂടെ ഒക്കെ പാസ് ചെയ്ത് പോകുന്ന നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസ്. രണ്ട് പേരിൽ അറിയപ്പെടുന്നു. കോമൺ എന്താ പേര്, നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മിറേഴ്സിൻ്റെ കേസിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഈ റിഫ്രാക്റ്റിംഗ് സർഫേസസ് ഉണ്ടാവുമല്ലോ, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ഭാഗം, അതാണ് റിഫ്രാക്റ്റിംഗ് സർഫേസ് എന്ന് പറയുന്നത്. അപ്പം ആ റിഫ്രാക്റ്റിംഗ് സർഫേസ് കൂടെയാണ് എന്ത് പാസ് ചെയ്ത് പോകുന്നത്, ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പം ഒരു ഏരിയ ഓഫ് ലെൻസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ് ഇസ് കോൾഡ് എപ്പർച്ചർ. അപ്പോൾ ഒരു ലെൻസിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും, ആ റിഫ്രാക്റ്റീവ് ചെയ്യുന്ന ഭാഗം അല്ലെങ്കിൽ ലെൻസിൻ്റെ ഏരിയ ത്രൂ വിച്ച് ദ ലൈറ്റ് പാസസ് ഇസ് കോൾഡ് എപ്പർച്ചർ. അതിന് നമ്മൾ എന്താ പറയുന്നത്, എപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ എപ്പർച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓരോ ഡിവൈസസിൽ, ക്യാമറ ആണെങ്കിൽ മൈക്രോസ്കോപ്പിലെ എപ്പർച്ചേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്ക്രൂസും സ്റ്റോപ്പേഴ്സും ഒക്കെ അതിൻ്റെ മുകളിലുണ്ടാവും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ എപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടാവും. അപ്പം ബേസിക് ടേംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് കോൺവെക്സ് ലെൻസ്, ഏതാണ് കോൺകേവ് ലെൻസ് എന്നാണ് ചോദിച്ചത്.
അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത എന്താ? റിഫ്രാക്റ്റിംഗ് സർഫേസസ് ബൾജിങ് ഔട്ട്വേർഡ്സ്. റിഫ്രാക്റ്റിംഗ് സർഫേസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിരിക്കും കോൺവെക്സ് ലെൻസ്. റിഫ്രാക്റ്റിംഗ് സർഫേസ് ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞു നിൽക്കുന്നതാണ് എന്ത്? കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ വന്ന ഈ ഫിഗർ 1 ആണ് ആര്? പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആരാണ്? റിഫ്രാക്റ്റിംഗ് സർഫേസ്. അതാണിത് കോൺവെക്സ് ലെൻസ്. റിഫ്രാക്റ്റിംഗ് സർഫേസ് ഇതേപോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതാണെന്ത്? കോൺകേവ് ലെൻസ്. അപ്പോൾ ഇതിൽ 1 ആണ് എന്ത്? ഇവിടെ കാണിച്ച നമ്മൾ ഇവർ നമ്പർ കൊടുത്ത പോലെ നമുക്ക് നോക്കാം. ഇതാണ് 1, ഇതാണ് സെക്കൻഡ് സ്ഫിയർ അല്ലേ. അപ്പോൾ ഈ ഫിഗർ 1 ആണ് എന്ത്? കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഫിഗർ 2 ആണ് എന്ത്? കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പം ഏതാണ് ഇതിൽ കോൺവെക്സ് ലെൻസ്? ഫിഗർ 1 ആണ്. ഏതാണ് ഇതിൽ കോൺകേവ് ലെൻസ്? ഫിഗർ 2 ആണ് വരുന്നത്. പിന്നെ ചോദ്യം എന്താ? വാട്ട് ഡു C1 ആൻഡ് C2 ഇൻഡിക്കേറ്റ്? C1 ആൻഡ് C2 എന്താ? C1 ആൻഡ് C2 ആർ ദ സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് ഓഫ് ദ 2 സ്ഫിയേഴ്സ്. അല്ലേ, C1 ആൻഡ് C2 എന്താണ്? C1 ആൻഡ് C2 ആർ ദ സെൻറ്റേഴ്സ് ഓഫ് ദ 2 സ്ഫിയേഴ്സ് ഓഫ് വിച്ച് ദ ലെൻസസ് ആർ എ പാർട്ട് ഓഫ്. എന്താണ് C1 ആൻഡ് C2? C1 C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെൻസ് 2 സ്ഫിയറിൻ്റെ ഭാഗങ്ങളാണ്. ആ 2 സ്ഫിയേഴ്സിൻ്റെ സെൻറ്റേഴ്സ് ആണ് എന്ത്? ഈ C1 C2 എന്ന് കാണിക്കുന്നത്. ഓക്കെ, വിച്ച് റെഫേഴ്സ് ടു ദ ഒപ്റ്റിക് സെൻറ്റർ. ഇതിൽ C1 ആണോ C2 ആണോ ഒപ്റ്റിക് സെൻറ്റർ എന്നാണ് ചോദിച്ചത്. ഒപ്റ്റിക് സെൻറ്റർ എന്താ? ലെൻസിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിയായിട്ട് ഉത്തരം ഏതാ? O1. ഓക്കെ, O ഇസ് ദ ഒപ്റ്റിക് സെൻറ്റർ. വിച്ച് റെപ്രസെൻറ്റ്സ് ഒപ്റ്റിക് ആക്സിസ്. ഏതാണ് ഇതിൽ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്? ഒപ്റ്റിക് ആക്സിസ് ഏതാ? ദ ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ. 2 സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടിയും അതേപോലെ ഒപ്റ്റിക് സെൻറ്റർ കൂടിയും പാസ് ചെയ്ത് പോകുന്ന ലൈനാണ് എന്ത്? ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലേ? ഒപ്റ്റിക് ആക്സിസ് എന്താ, ഒപ്റ്റിക് സെൻറ്റർ എന്താ, C1 C2 എന്താ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ള എന്താ? ഒരു കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ കുറേ ലൈറ്റ് റേസ് ഇങ്ങനെ ഈ കോൺവെക്സ് ലെൻസിൻ്റെ റിഫ്രാക്റ്റിംഗ് സർഫേസിൽ വന്ന് തട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ റിഫ്രാക്ഷൻ കാരണം ഈ ഒപ്റ്റിക് പാർട്ടിലേക്ക് വന്നതിന് ശേഷം ലൈൻസിന് എന്താ? ലൈറ്റ് റേസിന് എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് റേസ് എല്ലാം കൂടി ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ, ഇവിടെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇത് ഒപ്റ്റിക് സെൻറ്റർ കൂടെയൊക്കെ പാസ് ചെയ്ത് വരുന്നുണ്ടല്ലോ. ഇതാണ് നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ആ ഒപ്റ്റിക് ആക്സിസിൻ്റെ മുകളിൽ ലൈറ്റ് റേസ് കണ്ടോ ഒരു പോയിന്റ് വന്ന് ഇങ്ങനെ കൂടി ചേരുന്നുണ്ട്. അപ്പം ദ പോയിന്റ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് വെർ ഓൾ ദ ലൈറ്റ് റേസ് കൺവേർജ് ചെയ്യാം, ഓൾ ദ ലൈറ്റ് റേസ് കൺവേർജ് ഈസ് നോൺ ആസ് ദ ഫോക്കസ്. അതിനെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫോക്കൽ പോയിന്റ് എന്നും പറയും. ഓക്കെ, എന്താ ഫോക്കൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസ് വെർ ഓൾ ദ ലൈറ്റ് റേസ് കൺവേർജ്. എല്ലാ ലൈറ്റ് റേസും കൂടി ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുന്ന ഒപ്റ്റിക് ആക്സിസിന് മുകളിലുള്ള പോയിന്റിന് വിളിക്കുന്ന പേരാണ് ഫോക്കൽ പോയിന്റ്, അല്ലെങ്കിൽ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നും പറയും. ഓക്കെ, പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പം ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ കോൺവെക്സ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ലെൻസ്. ദിസ് പോയിന്റ് ഇസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് F ഓഫ് എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. പിന്നെ വരുന്നതാണ് കോൺകേവ് ലെൻസ്. അപ്പോൾ കോൺകേവ് ലെൻസിൽ നേരത്തെ കാണിച്ച പോലെ ഒരിക്കലും ഈ ലൈറ്റ് റേസ് ഒരു പോയിന്റിൽ വന്നിട്ട് കൺവേർജ് ചെയ്യില്ല, മെർജ് ചെയ്യില്ല. നേരെ മറിച്ച് ഇത് റിഫ്രാക്ഷൻ ശേഷം പുറത്തേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, എങ്ങനെ വരച്ച് കഴിഞ്ഞാൽ പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ ഇതിനെ ഒരു പോയിന്റിലേക്ക് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡോട്ടഡ് ലൈൻ എന്താ? ഇമാജിനറി ലൈൻസ് ആണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ലൈനാണിത്. എന്നിട്ട് നമ്മൾ പറയും ഈ ലൈറ്റ് റേസ് ഒക്കെ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ പുറത്തേക്ക്, ഇവിടെ കണ്ട് ഇതാണ് ലൈറ്റ് റേസ് പുറത്തേക്ക് കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യാണ്, അയാൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ലെൻസിൻ്റെ പുറകു വശത്ത് നിന്ന് ലൈറ്റ് റേസ് പുറത്തേക്ക് വരുന്ന പോലെയാണ് അയാൾക്ക് തോന്നുക. ഒരു പോയിന്റിൽ നിന്ന് ലൈറ്റ് റേസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ തോന്നും. ഓക്കെ, നേരത്തെ നമുക്ക് എന്താ തോന്നിയത്? എല്ലാ ലൈറ്റ് റേസും ഒരു പോയിന്റിൽ വന്ന് കൂടിച്ചേരുന്ന പോലെയാണ് തോന്നിയത്. പക്ഷേ കോൺകേവ് ലെൻസിൻ്റെ കേസിൽ ഇവിടെ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നത് എന്താ? ലൈറ്റ് റേസ് ഈ ലെൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, ഇതിൻ്റെ പുറകു വശത്തുനിന്ന് ലൈറ്റ് റേസ് ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോൺകേവ് ലെൻസിനെ ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൈവേർജിങ് ലെൻസ്. അപ്പം ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺകേവ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ appear to diverge from a point
on the optic axis on the same side of the lens. This point is the principal focus. അപ്പം ഏത് പോയിന്റ് നിന്നാണോ ഈ ആക്സിസിന് മുകളിൽ നമുക്ക് ലൈറ്റ് റേസ് പുറത്തേക്ക് വരുന്ന പോലെ തോന്നുന്നത്, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. ഓക്കെ, കോൺകേവ് ലെൻസിൻ്റെ ഒരു പോയിന്റ് ലൈറ്റ് റേസ് വരുന്ന പോലെ തോന്നും ഒപ്റ്റിക് ആക്സിസിന് മുകളിൽ, ആ പോയിന്റിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് ലെൻസ്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇന്ന് do refracted rays pass through the principal focus of a concave lens? Refractive rays concave ലെൻസിൽ എഫിലേക്ക് വരുന്നുണ്ടോ അല്ലേ? പാസ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ് പാസ് ചെയ്യുന്നുണ്ടോ റിഫ്രാക്റ്റഡ് റേസ്? ശരിക്കും ഇല്ല അല്ലേ? റിഫ്രാക്റ്റഡ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് ഒരിക്കലും ഇല്ല. കാരണം ഇത് പുറത്തേക്കാണ് പോകുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് കൂടെ ലൈറ്റ് റേസ് വരില്ല. ഇവിടെ F1 കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ലൈറ്റ് റേസ് ഇപ്പുറത്തു കൂടെയാണ് വരികയാണെങ്കിൽ ഇവിടെ ആയിരിക്കും ഫോം ചെയ്യുക. അതുകൊണ്ട് അതിന് F2 എന്നും പറയും. ഓക്കെ, ഇവിടെ F1 F2 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിൾ, ഇതും കൺഫ്യൂഷൻ വരരുത്. ഇവിടെ 2F1 എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ? 2C1 ആണത്. ഓക്കെ, അതിനെ ഫോക്കസിൻ്റെ ഡബിൾ എന്ന് പറയും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത് എന്തൊക്കെയാണെന്നുള്ളത്. മിററിൽ നിങ്ങൾ പഠിച്ചതാണ് റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ 2F1 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഡബിളാണത് കേട്ടോ. ഇപ്പം ഈ ഡിസ്റ്റൻസ് സെൻറ്റർ ഓഫ് സ്ഫിയറിന് ഈ ഒപ്റ്റിക് സെൻറ്ററുള്ള ഈ ദൂരമാണ് എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ്, അതായത് ഈ F എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ഫോക്കസ് മുതൽ ഇവിടെ വരെയുള്ള ഈ ദൂരം, അതാണ് നമ്മളുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഫോക്കൽ ലെങ്ത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ദ ഒപ്റ്റിക് സെൻറ്റർ ഇസ് കോൾഡ് ഫോക്കൽ ലെങ്ത്. അതും നമ്മളിനി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഈ F2F1 എന്താ സാറെന്ന് ചോദിച്ചാൽ അതാണ് C1 തന്നെയാണത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് 2F1 എഴുതിയത്? നമുക്കറിയാം, ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ദ സർക്കിൾ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ടു ദ ഒപ്റ്റിക് സെൻറ്റർ, അതായിരിക്കും നമ്മളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ. ആ റേഡിയസ് ഓഫ് കർവേച്ചർ നേരത്തെ ആദ്യം വരച്ചപ്പോൾ കാണിച്ചതല്ലേ, റേഡിയസ് ആണ്. ആ റേഡിയസ് വെച്ച് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നതൊക്കെ. അപ്പം ആ സെൻറ്ററാണിത്. ആ സെൻറ്ററിന് ഇവിടെ വരെയുള്ളത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, 8th 9th പഠിച്ചിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ നേരെ പകുതിയായിരിക്കും ഫോക്കസ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഡബിളാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അതുകൊണ്ടാണ് ഇവിടെ F1 ഇവിടെ 2F1 എഴുതിയത്. അത് ജസ്റ്റ് ഇത് കണ്ടപ്പോൾ പറഞ്ഞെന്ന് മാത്രം. പിന്നെയാണ് അടുത്ത ചോദ്യം, ഇഫ് സോ ഇസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് കൺസിഡേർഡ് വെർച്വൽ ഓർ റിയൽ? അപ്പോൾ ഈ വെർച്വലും റിയലും ഇമേജസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം അത് നോക്കാം. ഈ ചിത്രത്തിൽ ഈ കുട്ടി എന്താ ചെയ്യുന്നത്? ഒരു കോൺവെക്സ് ലെൻസിൽ കൂടെ ഈ ഒരു വിൻഡോൻ്റെ ഇമേജ് ഒരു വൈറ്റ് സ്ക്രീനിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വൈറ്റ് വാളിൻ്റെ മുകളിൽ വരുത്തിയിട്ടുണ്ട് അല്ലേ? ഇത് കൂടെ പാസ് ചെയ്തപ്പം ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ലെൻസ് കൂടെ നമ്മളൊരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് അതിന് ഇമേജ് ഒരു വൈറ്റ് വാളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം അവിടെ ഒരു ഇമേജ് കാണുകയാണെങ്കിൽ ആ ഇമേജിനെ വിളിക്കുന്ന പേരാണ് റിയൽ ഇമേജ്. അപ്പം ഇമേജ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ എ വൈറ്റ് സ്ക്രീൻ ഓർ എ വൈറ്റ് വാൾ ഈസ് നോൺ ആസ് റിയൽ ഇമേജ്. അത് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഇമേജിന് റിയൽ ഇമേജ് എന്ന് പറയും. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിന് എപ്പോഴും ഇമേജ് എന്തായിരിക്കും? അധികം 5 കേസ് ഉണ്ട് നമ്മൾ 6 കേസിൽ 5 കേസും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. തല കുത്തനായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇമേജ് ദാറ്റ് ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ ആർ റിയൽ ഇമേജസ്. സ്ക്രീനിൻ്റെ മുകളിലോ വാളിൻ്റെ മുകളിലോ നമുക്കൊരു ഇമേജ് വരുത്താൻ പറ്റുകയാണെങ്കിൽ അതെന്തായിരിക്കും? റിയൽ ഇമേജസ് ആയിരിക്കും. കോൺകേവ് ലെൻസസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇമേജസിനെ സ്ക്രീനിൽ നമ്മൾ വരുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇമേജസ് ഫോംഡ് ആർ കോൾഡ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. തലകുത്തനല്ല, നേരെ ആയിരിക്കും, പക്ഷേ സാങ്കല്പികമായിരിക്കും, വെർച്വൽ ആയിരിക്കും. യഥാർത്ഥത്തിലുള്ള ഇമേജ് അല്ല അത്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, പക്ഷേ അത് റിയൽ അല്ല, ശരിക്കുള്ളതല്ല. അത് സാങ്കല്പികമായിട്ടുള്ളൊരു ഇമേജ് മാത്രമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. എന്താണ് ഫോക്കൽ ലെങ്ത് എന്നുള്ളത്? ഫോക്കൽ ലെങ്ത് എന്താ? സ്മോൾ ലെറ്റർ F ആണ്. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ഈ ദൂരം. ഓക്കെ, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ദൂരമാണ് എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഓക്കെ, ഫോക്കൽ ലെങ്ത് അത് സ്മോൾ ലെറ്റർ F ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ F ആണ്. ഓക്കെ, അത് കോൺകേവ് ലെൻസ് ആണെങ്കിലും കോൺവെക്സ് ലെൻസ് ആണെങ്കിലും എന്താ പറയുന്നത്? ഫോക്കൽ ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ. ഏതാണെങ്കിലും ഫോക്കസ് എന്ന് ഒപ്റ്റിക് സെൻറ്റർ വരെയുള്ള ദൂരത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞത് നമ്മൾ എന്തൊക്കെയാണ് കണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് ലെൻസ് കണ്ട്, കോൺകേവും കോൺവെക്സും. കോൺവെക്സിൻ്റെ പ്രത്യേകതകളൊക്കെ കണ്ടു. എഡ്ജിൽ എന്തായിരിക്കും? തിന്നായിരിക്കും, മിഡിൽ തിക്കറായിരിക്കും. അതേപോലെ തന്നെ കോൺകേവ് ആണെങ്കിൽ എഡ്ജസിൽ തിക്ക്, മിഡിൽ തിൻ. പിന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടേംസ് നമ്മൾ പഠിച്ചു അല്ലേ? C1 C2 സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ്. കാരണം ഈ ലെൻസ് കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും രണ്ട് സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അതിനെ അങ്ങനെ നമ്മൾ പറഞ്ഞത് അല്ലേ? രണ്ട് സെൻറ്റേഴ്സ് വരും എന്ന് പറഞ്ഞത്. ഓക്കെ. പിന്നെ വേറെ എന്താ നമ്മൾ കണ്ടത്? ഒപ്റ്റിക് സെൻറ്റർ. എന്താ? ലെൻസിൻ്റെ സെൻറ്ററിന് വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സെൻറ്റർ. ഇനി ക്യാപിറ്റൽ F, പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്താ? കോൺവെക്സ് ലെൻസിൻ്റെ കേസിലാണെങ്കിൽ ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം ഒരു പോയിന്റിലേക്ക് വന്നിട്ട് കൂടിച്ചേർന്ന് കാണാം മറ്റേ സൈഡിൽ അല്ലേ? ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഇത് കൺവേർജ് ചെയ്യുന്നത്, കൂടിച്ചേരുന്നത്. അതുകൊണ്ട് കോൺവെക്സ് ലെൻസ് നമ്മൾ കൺവേർജിങ് ലെൻസ് എന്ന് പറയും. കൺവേർജിങ് ലെൻസ്. ഓക്കെ. കോൺകേവ് ലെൻസ് ആണെങ്കിൽ ലൈറ്റ് റിഫ്രാക്ഷൻ ശേഷം ദൂരത്തേക്കാണ് പോകുന്നത് കൊണ്ട് ഒരിക്കലും നമുക്കതൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിന് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ തോന്നുന്നത് എന്തായിരിക്കും? അകത്തുനിന്ന്, മറ്റേ സൈഡിൽ നിന്ന് ലൈറ്റ് റേസ് പുറത്തേക്ക് വരുന്ന പോലെ ആയിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. പിന്നെ ഇവരുടെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ്? കോൺവെക്സ് ലെൻസിൽ നമുക്ക് ഇമേജിനെ ഒരു സ്ക്രീനിൻ്റെ മുകളിൽ വരുത്താൻ പറ്റും. അതുകൊണ്ട് ആ ഇമേജ് നമ്മൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജസ് എന്നാണ് പറയുന്നത്. റിയൽ ഇമേജ് എന്ന് പറയും. ഇമേജ് എപ്പോഴും എന്തായിരിക്കും? തലകുത്തനായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി കോൺകേവ് ലെൻസ് ആണെങ്കിൽ നമുക്ക് ആ ഇമേജിനെ സ്ക്രീനിന് മുകളിൽ വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ആ ഇമേജ് നമ്മൾ വെർച്വൽ ഇമേജ് എന്ന് പറയും. അതെപ്പോഴും ഇറക്റ്റ് ആയിരിക്കും, കുത്തനെയായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ അവസാനം എന്താ കണ്ട്? എന്താ ഫോക്കൽ ലെങ്ത്? പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെയും ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എല്ലാവരും. താങ്ക് യു.